യിലെ വഖഫ് ബോർഡ് മുസ്ലിം രാജ്യങ്ങൾക്ക് മാതൃകയാണ് എന്ന ഇസ്ലാമിക പണ്ഡിതൻ ഇമാം മുഹമ്മദ് തൗഹീദി. യിലെ വഖഫ് ബോർഡ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് തൗഹീദിയുടെ വാക്കുകൾ. തന്നെയുമല്ല, വഖഫ് ബോർഡ് സമൂഹത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും അത് സർക്കാരിന്റെ മേൽനോട്ടത്തിൽ തുടരുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനും തൗഹീദി ഇന്ത്യൻ മുസ്ലിങ്ങൾക്കൊരു ഉപദേശം നൽകിയിരിക്കുകയാണ്. സുതാര്യത, നിയമപാലനം, മതസഹിഷ്ണുത തുടങ്ങിയ പരമപ്രധാനമായ മൂല്യങ്ങൾ യിലെ വഖഫ് ബോർഡ് കാത്തുസൂക്ഷിക്കുന്നവയാണ്. വഖഫ് ബോർഡ് സമൂഹത്തെയും മാനവികതയും സേവിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും ഇത് മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അപകടക്കാരനല്ല എന്ന് തന്നെയാണ് ഈ വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. വഖഫ് ബോർഡ് സമൂഹത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും അത് സർക്കാരിന്റെ മേൽനോട്ടത്തിൽ തുടരുന്നുണ്ട് എന്നും ഇന്ത്യൻ മുസ്ലിങ്ങൾ ഉറപ്പാക്കണം. തന്റെ വീക്ഷണങ്ങളുടെ പേരിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കിടയിൽ തൗഹീദി പലപ്പോഴും വിവാദപരമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. മുസ്ലിം ഉമ്മത്ത് വഖഫിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രമക്കേടുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. മുൻപ് കാശ്മീർ വിഷയത്തിലും അദ്ദേഹം ഇന്ത്യക്കൊപ്പം ചേർന്ന് നിന്ന വ്യക്തിയാണ്. കാശ്മീർ ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗമായിരുന്നില്ല. കാശ്മീർ ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗമാകുകയുമില്ല. പാകിസ്ഥാനും കാശ്മീരും ഇന്ത്യയുടേതാണ്. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്ന മുസ്ലിങ്ങൾ മുഴുവൻ പ്രദേശവും ഹിന്ദു ഭൂമിയാണ് എന്ന വസ്തുതയെ മാറ്റില്ല. ഇന്ത്യ ഇസ്ലാമിനേക്കാൾ പഴക്കമുള്ളതാണ്. പാകിസ്ഥാൻ എന്ന കാര്യം പറയേണ്ടതില്ലല്ലോ, സത്യം പറയൂ എന്നായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ വാദഗതികൾ. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇറാനിലെ ഖോമിൽ ജനിച്ച തൗഹീദി പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ ഇറാഖി മാതാപിതാക്കളുടെ മകനാണ്. മുഹമ്മദ് തൗഹീദി ഇറാഖി വംശജനായ ഒരു ഷിയ പണ്ഡിതനും 3ാം തലമുറയിൽപ്പെട്ട ഇമാമുമാണ്. ഗ്രാൻഡ് ആയത്തുള്ള ഷിറാസി അദ്ദേഹത്തെ നിയമിക്കുകയും ഖോമിലെ അൽ റസൂൽ സെമിനാരി സ്കൂളും കർബലയിലെ ഇസ്ലാമിക് സെമിനാരിയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഏൽപ്പിക്കപ്പെടുന്ന റോളുകൾക്കുള്ള അദ്ദേഹത്തിന്റെ കഴിവും അനുയോജ്യതയും പ്രത്യേകമായി എടുത്തു പറയുന്നതാണ്. 2009 അദ്ദേഹം ഖോമിലെ അൽ മുസ്തഫ സർവകലാശാല ഇസ്ലാമിക പഠനത്തിൽ ബിരുദം നേടി. പക്ഷേ പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങളാൽ 2012 അതിൽ നിന്ന് പിന്മാറി. അൽ മുസ്തഫയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് പാശ്ചാത്യ വിരുദ്ധ വീക്ഷണങ്ങളിൽ നിരാശനായ തൗഹീദി സ്ഥാപനം വിടാൻ തീരുമാനിച്ചു. ഇസ്ലാമിനുള്ളിലെ വെല്ലുവിളികളെ മാധ്യമങ്ങളിലൂടെ അഭിസംബോധന ചെയ്യുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവിടെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾക്ക് പിന്തുണയും വിമർശനവും ലഭിച്ചു. ആധുനിക മനുഷ്യ അവകാശങ്ങളുമായും സാമൂഹിക മൂല്യങ്ങളുമായും യോജിക്കുന്ന രീതിയിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ പുനർവ്യാഖ്യാനിക്കുന്നതിന് തൗഹീദി വാദിക്കുന്നുണ്ട്. തീവ്രവാദം കുറയ്ക്കുന്നതിനും പാശ്ചാത്യ സമൂഹങ്ങളുമായി മികച്ച ബന്ധം വളർത്തിയെടുക്കുന്നതിനും സഹായിക്കുന്നതിനും വഴക്കമുള്ളതും സന്ദർഭോചിതവും സമീപനം സ്വീകരിക്കാൻ അദ്ദേഹം പണ്ഡിതന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നീട് അദ്ദേഹം ഇമാം ഹുസൈൻ TV3 സഹസ്ഥാപകനായി. 2015 ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി 24 വരെ അവിടെ താമസിച്ചു. അറബി, ഇംഗ്ലീഷ്, പേർഷ്യൻ ഭാഷകളിൽ അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ട്. 2016 അദ്ദേഹം ഇസ്ലാമിക് അസോസിയേഷൻ ഓഫ് സൗത്ത് ഓസ്ട്രേലിയ സ്ഥാപിക്കുന്നു. അതിന്റെ മുൻ പ്രസിഡന്റാണ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം സമാധാനത്തിന്റെ ഇമാം എന്നാണ് അറിയപ്പെടുന്നത്. മുസ്ലിം സമൂഹങ്ങൾ തീവ്രവാദ പഠിപ്പിക്കലുകളിൽ നിന്ന് മാറി പരിഷ്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് തൗഹീദി വിശ്വസിക്കുന്നുണ്ട്. ഒരു മൗലികവാദി എന്ന നിലയിൽ ആരാധനയുടെയും സൽക്കർമ്മങ്ങളുടെയും അടിസ്ഥാന തത്വങ്ങളിലേക്ക് ഇസ്ലാമിനെ പുനഃസ്ഥാപിക്കണമെന്ന് അദ്ദേഹം വാദിക്കുന്നു. ഖുറാനിൽ എല്ലാ ഭീകര പ്രവർത്തനങ്ങളെയും അദ്ദേഹം അപലപിക്കുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ്, ഇറാനിയൻ ഭരണകൂടം പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെയും പ്രത്യയശാസ്ത്രങ്ങളെയും മതത്തിന്റെ പ്രതിനിധിയല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. 2017 ജൂണിൽ ലണ്ടനിലെ ജിഹാദി ഭീകര ആക്രമണത്തിന് ശേഷം തീവ്രവാദത്തെ മതത്തിനൊരു ക്യാൻസറായി അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു. ചില മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തെ അദ്ദേഹം വിമർശിക്കുന്നു. ഓസ്ട്രേലിയൻ നാഷണൽ ഇമാംസ് കൗൺസിലിലേക്ക് സ്ത്രീകളെ നിയമിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. കൂടാതെ പൊതുസ്ഥലത്ത് ഹിജാബ് നിർബന്ധിതമായി ഉപയോഗിക്കുന്നതിനെ അദ്ദേഹം നിരസിക്കുകയും ചെയ്യുന്നു. ഗാർഹിക പീഡനം, ബഹുഭാര്യത്വം, മതത്യാഗികളെ കൊല്ലൽ എന്നിവ ഇസ്ലാമിക നിയമപരമായ കാരണങ്ങളാൽ ന്യായീകരിക്കുന്നതിനെയും തൗഹീദി എതിർക്കുന്നു. ബൗദ്ധിക സ്വാതന്ത്ര്യം, മതഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള വിമർശനാത്മക ചിന്ത, മതപഠനത്തോടൊപ്പം ശാസ്ത്രവും തത്വചിന്തയും ഉൾപ്പെടുത്തൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളെ തൗഹീദി പിന്തുണയ്ക്കുന്നു. എന്തായാലും വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സമൂഹത്തെ നശിപ്പിക്കാനുള്ളതല്ല, പക്ഷെ മറിച്ച് തങ്ങൾക്ക് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സംവിധാനമായി കാണണം. അതിന് സുതാര്യത ഉറപ്പുവരുത്തണമെന്ന നല്ല കാര്യങ്ങളാണ് അദ്ദേഹം ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ഉപദേശിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.